നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മോഡൽ സ്കൂൾ ആശയം തമിഴ്നാട്ടിൽ നടപ്പാക്കിയതോടെ കൂടുതൽ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾ മികച്ച യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം നേടിയെന്ന് തമിഴ്നാട് വിദ്യാഭ്യാസ മന്ത്രി അൻബിൽ മഹേഷ് പൊയ്യമൊഴി. സംസ്ഥാനത്ത് മദ്യം സുലഭമായി കിട്ടുമ്പോൾ എങ്ങനെ നാട്ടിൽ മദ്യവർജനം നടപ്പാക്കുമെന്ന് കെ രമ MLA. മില്ലറ്റ് കൃഷിരീതി എല്ലാ പഞ്ചായത്തുകളിലേക്കും കൂടി വ്യാപിപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. ഭിന്നശേഷിക്കാർക്കെതിരെയുള്ള വിവേചനം കുറ്റകരമെന്ന് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ വി പ്രവീൺ. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. തമിഴ്നാട് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ജില്ലയിൽ സന്ദർശനം നടത്തി. മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് തമിഴ്നാട് വിദ്യാഭ്യാസ മന്ത്രി അൻബിൽ മഹേഷ് പൊയ്യമൊഴിയും സംഘവും സന്ദർശനം നടത്തിയത്. മെഡിക്കൽ കോളേജ് ക്യാമ്പസ് HSS കൈവരിച്ച പശ്ചാത്തല വികസനവും വിദ്യാർത്ഥികൾക്കായി സജ്ജീകരിച്ച വെർച്വൽ റിയാലിറ്റി ക്ലാസ് മുറികളുടെ പ്രവർത്തനങ്ങളും മന്ത്രി ചോദിച്ചറിഞ്ഞു. അധ്യാപകരോടും കുട്ടികളോടും അദ്ദേഹം ആശയവിനിമയം നടത്തി. കേരളത്തിലെ സർക്കാർ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യവും പാഠ്യേതര രംഗത്തുള്ള മുന്നേറ്റവും നേരിട്ടറിയാൻ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് സന്ദർശനമെന്ന് തമിഴ്നാട് വിദ്യാഭ്യാസ മന്ത്രി അൻബിൽ മഹേഷ് പൊയ്യമൊഴി പറഞ്ഞു. ഈ മാതൃക തമിഴ്നാട്ടിൽ നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻ MLA A. പ്രദീപ് കുമാർ, വാർഡ് കൗൺസിലർ CM ജംഷീർ, കോഴിക്കോട് DDE മനോജ് കുമാർ മണിയൂർ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷാദിയ ബാനു, കോഴിക്കോട് സിറ്റി AEO ജയകൃഷ്ണൻ M എന്നിവരും മറ്റ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മോഡൽ സ്കൂൾ ആശയം തമിഴ്നാട്ടിൽ നടപ്പിലാക്കിയതോടെ കൂടുതൽ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾ മികച്ച യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം നേടിയെന്ന് തമിഴ്നാട് വിദ്യാഭ്യാസ മന്ത്രി അൻബിൽ മഹേഷ് പൊയ്യമൊഴി. സർക്കാർ സ്കൂളുകൾ ദാരിദ്ര്യത്തിന്റെയല്ല അഭിമാനത്തിന്റെ അടയാളമാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാനത്ത് മദ്യം സുലഭമായി കിട്ടുമ്പോൾ എങ്ങനെ നാട്ടിൽ മദ്യവർജനം നടപ്പാക്കുമെന്ന് കെ രമ MLA. കേരള മദ്യനിരോധന സമിതിയുടെ പോഷക സംഘടനയായ വനിതാ മദ്യനിരോധന സമിതി സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഗാന്ധിഗൃഹം ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങ്. കേരള മദ്യനിരോധന സമിതിയുടെ പോഷക സംഘടനയായ വനിതാ മദ്യനിരോധന സമിതി സംസ്ഥാന വനിതാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൺവെൻഷൻ കെ രമ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് മദ്യം സുലഭമായി കിട്ടുമ്പോൾ എങ്ങനെ നാട്ടിൽ മദ്യവർജനം നടപ്പിലാക്കുമെന്ന് MLA ചോദിച്ചു. മദ്യത്തിനേക്കാളും വലിയ അപകടകാരികളായ മയക്കുമരുന്നുകളും ഇന്ന് സമൂഹത്തിൽ വളരെ സുലഭമായി
കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രയാസവുമില്ലാതെ നമ്മുടെ തലമുറയെ നശിപ്പിച്ചുകൊണ്ട് ഈ രണ്ട് വിപത്തുകളും നിർബാധം മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇതിനെ അമർച്ച ചെയ്യേണ്ട സർക്കാരുകൾ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യമായിട്ട് നമ്മുടെ മുന്നിലുള്ളത്. പ്രൊഫസർ ഒ.ജെ. ചിന്നമ്മ അധ്യക്ഷയായിരുന്നു. കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ, ഡോക്ടർ ഹുസൈൻ മടവൂർ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്ത്രീകളെ ശാക്തീകരിച്ചാൽ കുടുംബ ശാക്തീകരണത്തിന് തുല്യമാണെന്ന് വർഗീസ് ചക്കാലക്കലും, നവകേരള സദസ്സിൽ മദ്യത്തിനെതിരെയുള്ള പരാതി കേൾക്കാൻ ആരും ഇല്ലെന്നത് ശ്രദ്ധിച്ചതായി ഡോക്ടർ ഹുസൈൻ മടവൂരും പറഞ്ഞു. ഡോക്ടർ സിസ്റ്റർ ജസീന ജോസഫ്, ഡോക്ടർ ഷൈനി ജോർജ്, ഡോക്ടർ സുമ നാരായണൻ, ഡോക്ടർ കെ ആയിഷ സ്വപ്ന എന്നിവരെ ആദരിച്ചു. പ്രൊഫസർ കുസുമം ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് പ്രമേയം അവതരിപ്പിച്ചു. ചടങ്ങിൽ 30 വനിതകളെ ആദരിച്ചു. ഗൗരി പുതിയോത്ത്, സഫിയ അലി, ബീന പൂവത്തിൽ, സൗദ ഹസൻ, അഡ്വക്കേറ്റ് സുപ്രിയ, സക്കറിയാസ് തേക്കുംഘാട്ടിൽ, ഏട്ടൻ ശുഭപുരം, പ്രൊഫസർ ടി.എം. രവീന്ദ്രൻ, ഐസി മേരി, ടെസി സിബി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മില്ലറ്റ് കൃഷിരീതി മറ്റു പഞ്ചായത്തുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. വടകര നഗരസഭ നടപ്പാക്കുന്ന തരിശുഭൂമിയിലെ മില്ലറ്റ് കൃഷി പദ്ധതിയുടെ ഭിത്തിടൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വടകര നഗരസഭയിലെ 4ാം വാർഡായ പഴങ്കാവ് ഫയർ സ്റ്റേഷന് സമീപം 40 സെന്റ് സ്ഥലത്താണ് വിത്ത് വിതച്ചത്. മില്ലറ്റ് മിഷൻ, കൃഷി വകുപ്പ്, തൊഴിലുറപ്പ് പദ്ധതി എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് കൃഷി നടത്തുന്നത്. 2050 ആകുമ്പോഴേക്കും നെറ്റ് സീറോ കാർബൺ എന്ന ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യത്തിന് മില്ലറ്റ് കൃഷി സഹായകരമാകുമെന്നും വിത്തിടൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് കൂട്ടിച്ചേർത്തു. നെറ്റ് സീറോ കാർബണിന് നമ്മുടെ ടാർഗറ്റ് ഉണ്ടാവും. ഇത് നമുക്ക് ഭയങ്കര ഒരു സർപ്രൈസിങ് അപ്രോച്ച് ആണ്. കാരണം കേരള നമുക്ക് ഒരു വെള്ളമിന്റെ മേജർ പ്രശ്നം ഉണ്ടാവില്ല. വി ഡു നോട്ട് ഹാവ് മേജർ പ്രോബ്ലം. കുറച്ച് 2-3 മാസത്തെ കുറച്ച് മാസം മാത്രമുണ്ട്. നോർത്ത് ഇന്ത്യയിലെ നമ്മുടെ രാജസ്ഥാനും ഗുജറാത്തും മധ്യപ്രദേശിലും അവിടെ ഭയങ്കര ഡ്രോട്ടിന്റെ പ്രശ്നമുണ്ട്. കേരളത്തിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ സ്റ്റിൽ വി ആർ സ്റ്റിൽ ഹാവിംഗ് ടു സ്റ്റാർട്ട് ദ ഡിസ്കഷൻ. അത് ഇപ്പോ ചർച്ച അത് തുടങ്ങി. നെറ്റ് സീറോ കാർബൺ എന്താണ്, നമുക്ക് എങ്ങനെ സ്ഥാപിക്കണം, അതിനുവേണ്ടി ഇപ്പോ ഒരു ജനങ്ങൾക്ക് ഒരു കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ, അവർക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിൽ നമുക്ക് സക്സസിലേക്ക് പോകാൻ പറ്റും. ഇപ്പൊ മില്ലറ്റ് ഒരു ചെറിയ പാർട്ടാണ് നെറ്റ് സീറോ കാർബണിലെ. പക്ഷേ ഞാൻ ആദ്യമായിട്ട് വടകര നഗരസഭയിലേക്ക് കോൺഗ്രാറ്റുലേറ്റ് ചെയ്യാം. കാരണം അവരുടെ ലീഡർഷിപ്പിൽ കൂടെ ഇപ്പോൾ ഒരു ഡിസ്കഷൻ ഉണ്ട്. സോ ചെയർപേഴ്സണും ബാക്കി വാർഡ് മെമ്പറും വൈസ് ചെയർപേഴ്സണും ഉദ്യോഗസ്ഥന്മാരും ജനങ്ങൾക്ക് നിങ്ങൾ വളരെ ഒരു അച്ചീവ്മെന്റ് ആണ്. സോ ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. ചടങ്ങിൽ വടകര നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു അധ്യക്ഷത വഹിച്ചു. നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ PT പ്രസാദ് പദ്ധതി വിശദീകരിച്ചു. ഹരിത കേരളം സംസ്ഥാന മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ SU സഞ്ജീവ് മുഖ്യാതിഥിയെ പങ്കെടുത്തു. വടകര നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ രാജിത പതേരി, NK പ്രഭാകരൻ, AP പ്രജിത, M ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വടകര. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലേ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഭിന്നശേഷിക്കാർക്കെതിരെയുള്ള വിവേചനം കുറ്റകരമെന്ന് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ V പ്രവീൺ. ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഇസാഫിന്റെ നേതൃത്വത്തിൽ ബീച്ച് ഫോർ ഓൾ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി പൊതു ഇടങ്ങളും ബീച്ചും ഭിന്നശേഷി സൗഹൃദമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസാഫ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ബീച്ച് ഫോർ ഓൾ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ V പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാർക്കെതിരെയുള്ള വിവേചനം കുറ്റകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
എല്ലാ മനുഷ്യരെയും തുല്യരായി കാണണം എന്നുള്ളതാണ് ഒരു സന്ദേശമാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത്. അതിനുവേണ്ടി വളരെ ശക്തമായ നിയമങ്ങൾ നമ്മുടെ നിയമസഭകൾ പാർലമെന്റ് അടക്കമുള്ള സഭകൾ പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമങ്ങളിൽ പറയുന്നത് എന്താ വെച്ചാൽ അങ്ങനെ ഒരു വിവേചനം ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായാൽ അതൊരു കുറ്റകൃത്യം തന്നെയാണ്, ശിക്ഷ വരെ നൽകണമെന്ന്. 5 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാവുന്ന കുറ്റകൃത്യങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ട്. ബേപ്പൂർ ബോധീശ്വരം ബീച്ചിൽ നടന്ന ചടങ്ങിൽ വാർഡ് കൗൺസിലർ കെ സുരേശൻ അധ്യക്ഷനായിരുന്നു. കോർഡിനേറ്റർ അബ്ദുൽ കലാം ആസാദ് വിഷയാവതരണം നടത്തി. DTPC സെക്രട്ടറി പി നിഖിൽ, ER മണലിൽ മോഹനൻ, പ്രവീൺ കുമാർ, R ജയന്തകുമാർ, MP ജോർജ്, G വിനീത്, ഹുബു റഹ്മാൻ, സനാഫ് പാലക്കണ്ടി, അജി ഷത്തോളി, PH താഹ, ഷഫീഖ് അലി, സുമ പള്ളിപ്രം, ഷർഷാദ് അലി, K സബിൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. CMP ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ഫറൂഖിൽ വിളംബര ജാഥ നടത്തി. വാദ്യമേളങ്ങളോടെ നഗരത്തിൽ നിന്ന് ആരംഭിച്ച റാലി ചെറുവണ്ണൂരിൽ സമാപിച്ചു. ഡിസംബർ 16-നും 17-നുമാണ് ജില്ലാ സമ്മേളനം. CMP ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായ വിളംബര ജാഥയ്ക്ക് ജില്ലാ സെക്രട്ടറി അഷ്റഫ് മണക്കടവ്, സംസ്ഥാന കമ്മിറ്റി അംഗം NP അബ്ദുൽ ഹമീദ്, ഏരിയ സെക്രട്ടറി P ബാലഗംഗാധരൻ, സിറ്റി ഏരിയ സെക്രട്ടറി N വിനോദ്, സംസ്ഥാന സമിതി അംഗങ്ങളായ PP ഫൗസിയ, K ഉഷ, മഹിളാ ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് സുനിത പാലാട്ട്, സെക്രട്ടറി P രമ്യ, KSYF സംസ്ഥാന കമ്മിറ്റി അംഗം M സുധീഷ്, ജില്ലാ സെക്രട്ടറി സച്ചിൻ പതിയേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡിസംബർ 16-17 തീയതികളിലാണ് ചെറുവണ്ണൂരിൽ CMP ജില്ലാ സമ്മേളനം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. ലെജൻഡ്സ് ഫോട്ടോഗ്രാഫി ക്ലബ് ലിയാഖ് മെമ്മോറിയൽ ഫോട്ടോഗ്രാഫി അവാർഡുകൾ വിതരണം ചെയ്തു. മത്സര വിജയികൾക്ക് അസിസ്റ്റന്റ് കമ്മീഷണർ A ഉമേഷ് അവാർഡുകൾ സമ്മാനിച്ചു. കോഴിക്കോട് കൈരളി തിയേറ്റർ വേദി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഉമേഷ് അരങ്ങത്ത് അവാർഡുകൾ വിതരണം ചെയ്തു. അഭിലാഷ് വിശ്വ മലപ്പുറം 1-ാം സ്ഥാനവും ഷഹബാസ് കോഴിക്കോട് 2-ാം സ്ഥാനവും സുബീഷ് യുവ 3-ാം സ്ഥാനവും നേടി. സലാം ഒലട്ടയിൽ, ഡാനിൻ MD, അജി ഐഡിയ, സുനിൽ അദലൂർ, വിനോദ് കന്നിമൂലം എന്നിവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു. ലിയാഖ് മെമ്മോറിയൽ അവാർഡ്സ് ഈ വേദിയിൽ വെച്ച് വിതരണം ചെയ്യുകയാണ്. അവാർഡ് ഒപ്പം തന്നെ തുടർച്ചയായി 2ാം തവണയും അദ്ദേഹം 3ാം സ്ഥാനം സ്വന്തമാക്കി മെമ്മോറിയൽ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ പ്രത്യേക പ്രോത്സാഹനം നേടിയിട്ടുള്ള ലിയാഖ് മെമ്മോറിയൽ ഫോട്ടോ കോൺടെസ്റ്റിലെ ലഭിച്ചിരിക്കുന്ന ഫോട്ടോഗ്രാഫർ സുനിൽ അദലൂർ. ക്ലബ്ബ് പ്രസിഡന്റ് അസീം കോമാച്ചി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജസീർ കാപ്പിറ്റോൾ, രാജൻ പൊതുവാൾ, P മുസ്തഫ, സുധീഷ് കണ്ടംപുള്ളി, സയ്യിദ് നജമുദ്ദീൻ, അമ്ര സമീൻ, V സുരേഷ്, ബബിലേഷ്, ശശി ഫോട്ടോലാൻഡ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു.
വൈവിധ്യമാർന്ന റെപ്കോ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമായി റെപ്കോ ട്രേഡ് ഫെയർ ഡിസംബർ 17 മുതൽ 2024 ജനുവരി 15 വരെ കോഴിക്കോട് കോർപ്പറേഷൻ EMS സ്റ്റേഡിയത്തിൽ നടക്കും. ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ടും ബുക്കിംഗ് സൗകര്യങ്ങളും ഉണ്ടാകുമെന്ന് റെപ്കോ ചെയർമാൻ കാരായി രാജൻ അറിയിച്ചു. മനുഷ്യന്റെ ആരോഗ്യവും അതോടൊപ്പം പ്രകൃതിദത്തവുമായ രീതിയിലാണ് റെപ്കോവിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന ഡിസംബർ 17 മുതൽ ജനുവരി 15 വരെ ഇവിടെയുള്ള EMS സ്റ്റേഡിയത്തിൻ്റെ ഭാഗമായ പവലിയനിൽ ഒരു വലിയ ട്രേഡ് ഫെയർ നടത്താൻ വേണ്ടി റെപ്കോവിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ പരമാവധി എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഫർണിച്ചറും മാട്രസും അതുപോലുള്ള നാളികേരാധിഷ്ഠിത ഉൽപ്പന്നങ്ങളും തികഞ്ഞ വിലനിലവാരം വളരെ വ്യക്തമായ വിലക്കുറവ് നൽകിക്കൊണ്ട് ഇവിടെ വിപണനം ചെയ്തൊരു വേണ്ടിയാണ് ഈ എക്സ്പോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെപ്കോയുടെ ഉൽപ്പന്നങ്ങളുടെ മെഗാ എക്സിബിഷനും വിപണനമേളയും റെപ്കോ ട്രേഡ് ഫെയർ 2023 ഡിസംബർ 17 വൈകിട്ട് സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീർ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് കോർപ്പറേഷൻ EMS സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിക്കും. ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിൽപ്പന മുൻ MLA VKC മുഹമ്മദ് കോയയും ഡിസ്ട്രിബ്യൂഷൻ സമർപ്പണം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് P മോഹനൻ മാസ്റ്ററും നിർവഹിക്കും. മേളയിൽ നിന്നും റെപ്കോ ഉൽപ്പന്നങ്ങൾ ആകർഷകമായ വിലക്കിഴിവോടുകൂടി ലഭിക്കും. ബുക്കിംഗ് സൗകര്യവും ഉണ്ടായിരിക്കും. മേള ഡിസംബർ 17 തുടങ്ങി ജനുവരി 16 വരെ തുടരും. രാവിലെ 11 മണി മുതൽ രാത്രി 10 മണി വരെ മേള ഉണ്ടായിരിക്കുമെന്നും പ്രവേശനം സൗജന്യമാണെന്നും റെപ്കോ ചെയർമാൻ കാരായി രാജൻ, റെപ്കോ GM HR മോൻസ് ജോസഫ്, സെയിൽസ് മാനേജർ വിജയൻ P മേനോൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാർ സഹോദയ സ്കൂൾ കോംപ്ലക്സ് ഫുട്ബോൾ ടൂർണമെന്റിൽ കള്ളൻതോട് MES രാജ റെസിഡൻഷ്യൽ സ്കൂളിന് ഇരട്ട കിരീടം. അണ്ടർ 19-ലും അണ്ടർ 14-ലുമാണ് സ്കൂൾ കിരീടമണിഞ്ഞത്. അണ്ടർ 19 വിഭാഗത്തിൽ ഫൈനലിൽ ഒരു ഗോളിന് ഭാരതീയ വിദ്യാ ഭവൻസ് സ്കൂൾ ചേവായൂരിനെ പരാജയപ്പെടുത്തിയാണ് MES രാജ സ്കൂൾ വിജയ കിരീടം ചൂടിയത്. അൽ ഫറൂഖ് റെസിഡൻഷ്യൽ സ്കൂൾ 3ാം സ്ഥാനം നേടി. അണ്ടർ 14-ലും ജേതാക്കളാകാൻ സാധിച്ചതോടെ വിജയത്തിന് ഇരട്ടി മധുരമായി. ഫൈനലിൽ 1-നെതിരെ 4 ഗോളുകൾക്ക് അലിഫ് ഗ്ലോബൽ സ്കൂളിനെ തോൽപ്പിച്ചാണ് MES രാജ സ്കൂൾ അണ്ടർ 14-ലും 2ാം വിജയം നേടിയത്. ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ നെല്ലിക്കാമ്പറമ്പ് സെക്കൻഡ് റണ്ണറപ്പായി. MES രാജ റെസിഡൻഷ്യൽ സ്കൂളിൽ 3 ദിവസങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ മലബാറിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 39ഓളം ടീമുകൾ ബൂട്ടണിഞ്ഞു. വിജയികൾക്ക് മലബാർ സഹോദയ സെക്രട്ടറി യേശുദാസ് C ജോസഫ് ട്രോഫികൾ വിതരണം ചെയ്തു. ടൂർണമെന്റിൽ അണ്ടർ 19-ൽ MES രാജ സ്കൂളിലെ ഷഹാൻ മികച്ച കളിക്കാരനായും MES രാജ സ്കൂളിലെ ആര്യൻ താബ മികച്ച ഗോളിയായും MES രാജയിലെ ആസിഫ് പിബ മികച്ച ഡിഫൻഡറായും അൽ ഫറൂഖ് റെസിഡൻഷ്യൽ സ്കൂളിലെ ഹാഷിം അഫ്താഷ് ടോപ്പ് സ്കോററായും തെരഞ്ഞെടുത്തു. അണ്ടർ 14-ൽ MES രാജയിലെ ഐദിൻ മികച്ച കളിക്കാരനായും MES രാജയിലെ അർസിൻ മികച്ച ഗോളിയായും അലിഫ് ഗ്ലോബൽ സ്കൂളിലെ മുസമിൽ മികച്ച ഡിഫൻഡറായും MES രാജയിലെ സ്വയം അക്തർ ഷാ ടോപ്പ് സ്കോററായും തെരഞ്ഞെടുത്തു. സമാപന ചടങ്ങിന് പ്രിൻസിപ്പൽ രമേഷ് കുമാർ CS, വൈസ് പ്രിൻസിപ്പൽ റസീന K തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സയൻസിൽ നല്ല ഭാവി ആഗ്രഹിക്കുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി ഡോപ്പർ സൂപ്പർ 10 എന്ന ടാലന്റ് ഹണ്ട് സംഘടിപ്പിക്കുന്നു. പരിപാടിയിൽ പ്രമുഖ വിദ്യാഭ്യാസ വിദഗ്ധർ പങ്കെടുക്കും. മികച്ച കരിയറിലേക്കുള്ള ചുവടുവയ്പും അറിവ് നേടാനുള്ള അവസരവുമാണ് സൂപ്പർ 10 എന്ന് സംഘാടകർ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠനം പൂർത്തിയാക്കിയ ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ എൻട്രൻസ് മേഖലയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് കോച്ചിങ് ആണ് നമ്മൾ വളരെ ആക്റ്റീവ്ലി 3 years ആയിട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഫൗണ്ടേഷൻ 8, 9, 10 പഠിക്കുന്ന സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ഗൈഡൻസും അതുപോലെ തന്നെ ആ ഒരു സമയത്ത് തന്നെ സ്റ്റുഡൻസിനെ എല്ലാ മേഖലയിലോട്ടും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ഫൗണ്ടേഷൻ എന്നൊരു വിങ് കഴിഞ്ഞ തവണ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ ഇയർ നമ്മൾ വളരെ ആക്റ്റീവ്ലി സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് സൂപ്പർ എക്സ് എന്നൊരു പ്രോഗ്രാം. ജോസഫ് അന്നക്കുട്ടി ജോസ്, ഡോക്ടർ സരീൻ, PMA ഗഫൂർ, കരിയർ ഗുരു ജലീൽ MS തുടങ്ങിയ പ്രമുഖർ സൂപ്പർ 10-ൽ പങ്കെടുക്കും. മത്സര പരീക്ഷകളെക്കുറിച്ചും
ഇന്ത്യയിലെ പ്രീമിയം പ്രൊഫഷണൽ കോളേജുകളെക്കുറിച്ചും കൃത്യമായ അറിവുകൾ പരിപാടിയിലൂടെ ലഭിക്കും. ഡോപ്പ നടത്തുന്ന ആൾ കേരള SCI സാറ്റ് പരീക്ഷയിൽ വിജയികളായ വിദ്യാർത്ഥി പ്രതിഭകൾക്ക് SCI സാറ്റ് ചാമ്പ്യൻഷിപ്പ് പട്ടവും ക്യാഷ് അവാർഡും തുടർ പഠനത്തിനുള്ള 1 കോടിയോളം രൂപ വില വരുന്ന സ്കോളർഷിപ്പുകളും നൽകും. ഡിസംബർ 26-ന് കോഴിക്കോട് മലബാർ മറീനയിൽ വെച്ചാണ് പരിപാടി നടക്കുകയെന്ന് സംഘാടകർ പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്കായി 8075621951 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. CMP 11ാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള കോഴിക്കോട് ജില്ലാ സമ്മേളനം ഡിസംബർ 16-17 തീയതികളിൽ ഫറൂഖ് ചെറുവണ്ണൂരിൽ നടക്കും. മതേതരത്വം, വിശ്വാസം, വർഗീയത, അയോധ്യ മുതൽ പലസ്തീൻ വരെ എന്ന വിഷയത്തിൽ നടക്കുന്ന സിമ്പോസിയം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. സിമ്പോസിയത്തിൽ T സിദ്ദീഖ് MLA, KN കുഞ്ഞാമത്, PK ഫിറോസ്, K ജയചന്ദ്രൻ മാസ്റ്റർ, CA അജീർ, P ഗവാസ് എന്നിവർ പങ്കെടുക്കും. പ്രതിനിധി സമ്മേളനം CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ 300 തെരഞ്ഞെടുത്ത പ്രതിനിധികളാണ് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുകയെന്ന് CMP ജില്ലാ സെക്രട്ടറി അഷറഫ് മണക്കടവ്, സ്വാഗത സംഘം ചെയർമാൻ NP അബ്ദുൽ ഹമീദ്, കൺവീനർ P ബാലഗംഗാധരൻ, ഏരിയ സെക്രട്ടറി N വിനോദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2023 ഇന്ത്യയിൽ 4000-ൽ പരം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 3000 രൂപ വെച്ച് JCI സ്കോളർഷിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ 529 വിദ്യാർത്ഥികൾ അർഹത നേടിയത് സോൺ 21-ൽ നിന്നായിരുന്നുവെന്ന് സോൺ പ്രസിഡന്റ് രാകേഷ് നായർ പറഞ്ഞു. മലപ്പുറം ജില്ലയുടെ വടക്കുഭാഗവും കോഴിക്കോട് ജില്ലയും അടങ്ങുന്ന മേഖല 21-ൽ 50 പ്രാദേശിക യൂണിറ്റുകളാണ് നിലവിലുള്ളത്. 2024-ൽ JCI ഇന്ത്യ വിഭാവനം ചെയ്ത സാമൂഹിക വികസന പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ മേഖല 21 നേതൃത്വം നൽകുമെന്നും സോൺ പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ സാരഥികളുമായി അന്താരാഷ്ട്ര അധ്യക്ഷൻ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഡിസംബർ 16-ന് ചർച്ചകൾ നടത്തുമെന്നും JCI മേഖലാ ഡയറക്ടർ ജിനേഷ് ഭാസ്കർ, അരുൺ വേണുഗോപാൽ, മേഖലാ ഓഫീസർ ഫാസിൽ, രശ്മി മിലിന്ദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഷെയർ ലൈക്സ് അബൈഡ് അൺലൈക്സ് എന്ന പ്രമേയത്തിൽ SSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ക്യാമ്പസ് അസംബ്ലി ഡിസംബർ 15-16 തീയതികളിൽ കാരന്തൂർ മർക്കസിൽ വെച്ച് നടക്കും. ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിൽ പഠിക്കുന്ന 2000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാർത്ഥികളുടെ കരിയർ, ഗവേഷണ സാധ്യതകൾ, ക്യാമ്പസ് ധാർമ്മികത, യുക്തിവാദം, ഫെമിനിസം, ലിബറലിസം, ഇസ്ലാമിസ്റ്റുകളും ഹിന്ദുത്വവും തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചാ സംഗമങ്ങൾ നടക്കുമെന്നും SSF കോഴിക്കോട് ജനറൽ സെക്രട്ടറി അഫ്സൽ ഹുസൈൻ പറമ്പത്ത്, സെക്രട്ടറി മുഹമ്മദ് ഫൈസ് MM പറമ്പ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഹക്കീം സിദ്ദീഖി പോർങ്ങോട്ടൂർ തുടങ്ങിയവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മോഡൽ സ്കൂൾ ആശയം തമിഴ്നാട്ടിൽ നടപ്പാക്കിയതോടെ കൂടുതൽ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾ മികച്ച യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം നേടിയെന്ന് തമിഴ്നാട് വിദ്യാഭ്യാസ മന്ത്രി അൻബിൽ മഹേഷ് പൊയ്യമൊഴി. സംസ്ഥാനത്ത് മദ്യം സുലഭമായി കിട്ടുമ്പോൾ എങ്ങനെ നാട്ടിൽ മദ്യവർജനം നടപ്പാക്കുമെന്ന് KK രമ MLA. മില്ലറ്റ് കൃഷിരീതി എല്ലാ പഞ്ചായത്തുകളിലേക്കും കൂടി വ്യാപിപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. ഭിന്നശേഷിക്കാർക്കെതിരെയുള്ള വിവേചനം കുറ്റകരമെന്ന് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ V പ്രവീൺ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.